إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും വാജിബായ കാര്യം അത് തൗഹീദാണ്. അല്ലാഹുവിന് മാത്രമേ ഇബാദത്തുകൾ നൽകാവൂ. അല്ലാഹു അല്ലാതെ ഒരു സൃഷ്ടികൾക്കും ഒരു പടപ്പുകൾക്കും യാതൊരു ഇബാദത്തുകളും നൽകാൻ പാടില്ല എന്ന അധ്യാപനം. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കൽപ്പന. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മുഹറമായ കാര്യം അത് ശിർക്കാണ്. അല്ലാഹുവിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല. ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രം നൽകണം. തൗഹീദും ശിർക്കും ഇസ്ലാമിന്റെ അടിസ്ഥാനമാണെന്നതിൽ നമുക്കാർക്കും സംശയമില്ല. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മെ ഉണർത്തുമ്പോൾ അതിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിരിക്കുന്ന മഹത്തായ ഒരു ഇബാദത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. തൗഹീദും ശിർക്കും അല്ലാഹു പറയുന്നതിന്റെ കൂടെ പലപ്പോഴായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്ന ഒരു ഇബാദത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. നാം പലപ്പോഴും ഇബാദത്താണെന്ന് ഓർമ്മിക്കുക പോലും ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ പാഴാക്കി കളയുന്ന വലിയൊരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇൽ പറയുന്നു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അല്ലാഹു അല്ലാത്തവർക്ക് യാതൊരു ഇബാദത്തുകളും വകവെച്ച് നൽകാൻ പാടില്ല. ശേഷം അല്ലാഹു പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ നന്മയുള്ളവരാകണം. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയുന്നു, വഖളാ റബ്ബുക്. നിന്റെ റബ്ബ് നിനക്ക് വിധി നൽകുന്നു, അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ്. അവന് മാത്രമേ ആരാധനകൾ നൽകാവൂ. മറ്റൊരാളെയും ഇബാദത്തുകൾ നൽകി നീ കൊണ്ടുപോകാൻ പാടില്ല. ശേഷം അല്ലാഹു പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാന. നിന്റെ മാതാപിതാക്കളോട് നീ നന്മയുള്ളവനാകണം. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറന്നുപോകുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് പറയുന്ന ഇബാദത്തുകളെ കുറിച്ച്. പല ആളുകളും മാതാപിതാക്കൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. എന്തുകൊണ്ട് ചെയ്തു കൊടുക്കുന്നു? എല്ലാവരും ചെയ്തു കൊടുക്കുന്നു, അതുകൊണ്ട് ഞാനും എന്റെ മാതാപിതാക്കൾക്ക് നാട്ടാചാരം എന്ന നിലയിൽ, ഞാൻ ചെയ്തു വരുന്ന കാര്യം എന്ന നിലയിൽ മാതാപിതാക്കൾക്ക് നന്മ പ്രവർത്തിക്കുന്നവർ ധാരാളമുണ്ട്. പക്ഷേ ഇതൊരു ഇബാദത്താണെന്ന ബോധത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വലിയ സ്ഥാനം നൽകിയിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഉമ്മയെയും നമ്മുടെ വാപ്പയെയും ബഹുമാനിക്കുകയും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നത് പലപ്പോഴും നാം മറന്നുപോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിവരിക്കുന്നത് പലയിടങ്ങളിൽ നമുക്ക് കാണാം. അമ്പിയാക്കൾക്കുണ്ടായിരുന്ന ഉത്തമമായ സ്വഭാവങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്ന ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. സൂറത്ത് മറിയമിൽ യഹ്യ അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, വബർറൻ ബിവാലിദൈ വലം യകുൻ ജബ്ബാറൻ അസിയ. യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിശേഷണങ്ങൾ അല്ലാഹു പറയുമ്പോൾ അതിനിടയിൽ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വബർറൻ ബിവാലിദൈ. യഹ്യ എന്ന് പറയുന്ന പ്രവാചകനെ കേവലം ദഅവത്തിന്റെ രംഗങ്ങളിൽ മാത്രം നിങ്ങൾ അദ്ദേഹത്തെ അറിഞ്ഞാൽ പോരാ. വബർറൻ ബിവാലിദൈ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോട് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്ന, അങ്ങേയറ്റം അനുകമ്പയുണ്ടായിരുന്ന മഹാനായ പ്രവാചകനായിരുന്നു അദ്ദേഹം. വലം യകുൻ ജബ്ബാറൻ അസിയ, അദ്ദേഹം ധിക്കാരിയോ അഹങ്കാരിയോ ആയിരുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കുകൾ, വബർറൻ ബിവാലിദതി. എന്റെ മാതാവിനോട് ഞാൻ സ്നേഹമുള്ളവനാണ്, എന്റെ മാതാവിന് ആവശ്യമായ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവരാണ്. വലം യജഅൽനി ജബ്ബാറൻ ശഖിയ.
അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ വഴികെട്ടവനാക്കിയിട്ടില്ല. അല്ലാഹു എന്നെ അഹങ്കാരിയാക്കിയിട്ടില്ല. എന്റെ മാതാവിന് വേണ്ടി നന്മകൾ ചെയ്യാൻ, എന്റെ മാതാവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അവർക്ക് ഖിദ്മത്തുകൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സൗഭാഗ്യം നൽകിയെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന സൂറത്തു ഇബ്രാഹിമിൽ അല്ലാഹു പറയുന്നുണ്ട്. നാം പലപ്പോഴും ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കേണ്ട കാര്യം, ഈ മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നാം മുറുകെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയെ കുറിച്ച് അല്ലാഹു പറയുന്നു. അദ്ദേഹം ദുആ ചെയ്യാറുണ്ട്, റബ്ബനഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീൻ യൗമ യഖൂമുൽ ഹിസാബ്. അല്ലാഹുവേ, പരലോകത്തെ ജനങ്ങളെ നീ വിചാരണക്കെടുക്കുമ്പോൾ ഞാനും നിങ്ങളും മഹ്ശറിൽ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ, അതിന്റെ റബ്ബേ അല്ലാഹുവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും ആ ദിവസം വിജയിക്കാൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും നീ ഒരുക്കി തരണമെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് പറയുന്നത്, ഉമ്മാക്ക് നന്മ ചെയ്യുക എന്ന് പറയുന്നത്, ഉപ്പയോട് സ്നേഹം കാണിക്കുക, ഉപ്പയെ അനുസരിക്കുക എന്ന് പറയുന്നത് അംബിയാക്കളുടെ മൻഹജായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് വിവരിച്ചു നൽകുന്നു. തീർന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് നൽകുന്ന വസിയ്യത്തുകളിൽ പെട്ടതാണ്. അല്ലാഹുവിന്റെ വസിയ്യത്താണ്, സൃഷ്ടികളുടെ വസിയ്യത്തല്ല, ആരെങ്കിലും നിങ്ങളോട് പറയുന്ന വസിയ്യത്തല്ല. അല്ലാഹുവിന്റെ വസിയ്യത്ത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിൽ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ, മനുഷ്യരോട് നാം നൽകുന്ന വസിയ്യത്ത്, റബ്ബ് നൽകുന്ന വസിയ്യത്ത്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം. എന്തുകൊണ്ട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണം? സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു പറയുന്നു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, മാതാപിതാക്കളോട്, നിന്റെ ഉമ്മയോട്, നിന്റെ ഉപ്പയോട് നീ നല്ല നിലയിൽ വർത്തിക്കണം. എന്തുകൊണ്ട്? ഹമലത്ഹു ഉമ്മുഹു കുർഹ, പ്രയാസങ്ങൾ സഹിച്ച്, ബുദ്ധിമുട്ട് സഹിച്ച് നിന്റെ ഉമ്മ നിന്റെ ഗർഭം ചുമന്നു. അവരുടെ വയറിൽ നീ 9 മാസത്തോളം അവരുടെ വയറിലായിരുന്നു നീ. വവദഅത്ഹു കുർഹ, അവർ പ്രസവിക്കുമ്പോൾ അതിന്റെ പ്രയാസങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. വഹംലുഹു വഫിസാലുഹു 30 ശഹറ, 30ഓളം മാസങ്ങളിൽ നിന്നെ ഗർഭം ചുമന്നും നിനക്ക് പാലൂട്ടിയും അവരുടെ പ്രയാസങ്ങൾ അവർ സഹിച്ചു, അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ സഹിച്ചു. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അവർ ഒഴിവാക്കി, അവർക്ക് വേണ്ട വിഭവങ്ങൾ അവർ ഒഴിവാക്കി. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവർ അത്രയും കാലം കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം തന്റെ കുട്ടിക്ക് പാടില്ല എന്നറിയുമ്പോൾ അവരത് ഒഴിവാക്കുന്നു. മക്കളോട് സ്നേഹം കാണിക്കുന്നു. തന്റെ കുട്ടിക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകരുത് എന്ന് കരുതി അവർ യാത്രകൾ മാറ്റിവെക്കുന്നു. അവർ അവരുടെ ജീവിതത്തിൽ ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാകുന്നു. ഈ പ്രയാസങ്ങൾ, ഈ ബുദ്ധിമുട്ടുകൾ നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ അവർ നിനക്ക് വേണ്ടി അനുഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും ഒരാളോടും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അവർ അനുഭവിച്ചിരിക്കുന്ന നൊമ്പരങ്ങൾ, പ്രിയപ്പെട്ടവരെ, അവരുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചു, അവരുടെ മനസ്സിൽ എത്രമാത്രം ശ്രദ്ധയായിരുന്നു. എന്റെ കുട്ടിക്കൊന്നും സംഭവിക്കാൻ പാടില്ല, എന്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ഭൂമിയിലേക്ക് ആ കുട്ടി വരണം. അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആരോഗ്യം, ആ കുട്ടിയുടെ വിഷയങ്ങളിലുള്ള ശ്രദ്ധ, മാതാവ് അവരുടെ സർവ്വ ആഗ്രഹങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ കുട്ടിയെ പരിപാലിക്കുന്നു. അതുകൊണ്ട് നിന്റെ ഉമ്മ നിന്നെ ഇങ്ങനെ നോക്കുന്ന കാരണത്താൽ, നിന്റെ പിതാവ് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്ന കാരണത്താൽ അല്ലാഹുവിന്റെ വസിയ്യത്ത് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, നീ നിന്റെ മക്കളോട്, നീ നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം മാതാപിതാക്കൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം എത്രമാത്രം വലുതാണ്. ഇന്നത്തെ ലോകത്ത് പല ആളുകളും മാതാപിതാക്കളെ അവഗണിക്കുമ്പോൾ, അവരുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകാതിരിക്കുമ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനം, റബ്ബാനിയായ അധ്യാപനങ്ങൾ ജനങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇസ്ലാം പറയുന്ന അധ്യാപനങ്ങളെങ്ങാനും ജനങ്ങൾ മുറുകെ പിടിച്ചിരുന്നുവെങ്കിൽ ഇവിടെ വൃദ്ധസദനങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. മാതാപിതാക്കൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന വാർത്തകൾ നാം വായിക്കുമായിരുന്നില്ല. ഓരോരോ ദിവസവും മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവെക്കുന്നവർ, അവരുടെ ഓർമ്മകളിൽ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ, ഹമലത്ഹു ഉമ്മുഹു കുർഹ വവദഅത്ഹു കുർഹ, വേദന സഹിച്ചും പ്രയാസപ്പെട്ടും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഓരോരോ മകനും കിടന്നിരുന്നു എന്ന ഓർമ്മ അവർക്കുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ ധിക്കരിക്കാൻ സാധിക്കുക? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് ചോദിക്കുകയാണ്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്,
പ്രവാചകരെ അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും നല്ല അമൽ എന്താണെന്ന് താങ്കൾ എനിക്ക് പറഞ്ഞു തരണം. അവിടുന്ന് പറയുന്നു, അസ്സലാത്തു അലാ വഖ്തിഹാ, സമയാസമയം നിസ്കരിക്കുക. ഇബ്നു മസ്ഊദ് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, സുമ്മ ഐ, അതിനുശേഷം ഏറ്റവും മഹത്വമുള്ള കാര്യം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബിർറുൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യുക എന്നതാണ്. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു, സുമ്മ ഐ, പ്രവാചകരെ അതിനുശേഷം ഏതാണ്? അവിടുന്ന് പറയുന്നു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധരണാകളത്തിലേക്ക് നീ പോവുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ജിഹാദിനേക്കാളും സുന്നത്തായ ജിഹാദിനേക്കാളും ഇസ്ലാം സ്ഥാനം നൽകിയിരിക്കുന്നത് മാതാപിതാക്കളോടുള്ള നന്മയാണെങ്കിൽ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഇസ്സത്ത് ഉയർത്തുന്ന ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ലോകമെങ്ങാനും വ്യാപിക്കാൻ കാരണമാകുന്ന ജിഹാദിനേക്കാളും സ്ഥാനം മാതാപിതാക്കളോടുള്ള നന്മയ്ക്ക് ഇസ്ലാം നൽകിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം മഹത്വമാണ് ഇസ്ലാം മാതാപിതാക്കളോടുള്ള നന്മയ്ക്ക് നൽകിയിരിക്കുന്നത് എന്ന് നാം ചിന്തിച്ചു നോക്കണം. അല്ലാമത്ത് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിർറു വസ്സില എന്ന കിതാബിൽ പറയുന്നു, എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടത്? യകൂനു ബിതാഅതിഹിമാ ഫീമാ യഅമുറാനി ബിഹി, അവർ നിന്നോട് പറയുന്ന കൽപ്പനകളിൽ, അവർ നിന്നോട് പറയുന്ന കാര്യങ്ങളിൽ നീ അവരെ അനുസരിക്കുക. മാലം യഅമുറ ബിമഹ്ദൂർ, തിന്മകൾ അവർ നിന്നോട് കൽപ്പിക്കാത്ത കാലത്തോളം. വതഖ്ദീമി അംരിഹിമാ അലാ ഫിഅലിൻ നാഫില, അവർ നിന്നോട് ഒരു നിർദ്ദേശം പറഞ്ഞാൽ, ഒരു കാര്യം നീ ചെയ്യണം മകനെ എന്ന് പറഞ്ഞാൽ അതിനെ നീ മുന്തിക്കാൻ വേണ്ടി തയ്യാറാകണം. ഫർളല്ലാത്ത കാര്യങ്ങളെക്കാളും നിന്റെ മാതാപിതാക്കളുടെ കൽപ്പനകൾക്ക് നീ മുൻതൂക്കം നൽകണമെന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറയുന്നു. വൽ ഇൻഫാഖി അലൈഹിമാ, അവർക്ക് ആവശ്യമായ ചെലവുകൾ നീ നൽകണം. വത്തവഖി ബിശഹവാതിഹിമാ അമ്മാ യസ്ദുറു അൻഹുമാ, അവർ പറയുന്ന ആവശ്യങ്ങൾ, മോനെ എനിക്കിന്നത് വേണമെന്നുണ്ട്, മകനെ എനിക്കിന്ന സ്ഥലത്തേക്ക് യാത്ര പോകണമെന്നുണ്ട് എന്ന് മാതാപിതാക്കൾ നമ്മോട് പറഞ്ഞാൽ, അവർ നമ്മോട് ഒരു കാര്യം ആവശ്യം പ്രകടിപ്പിച്ചാൽ അത് നിറവേറ്റി നൽകാൻ നീ തയ്യാറാകലാണ് യഥാർത്ഥത്തിൽ അവരോടുള്ള സ്നേഹമെന്ന് അൽ അല്ലാമത്ത് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് വിശദീകരിച്ചു നൽകുന്നു. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവരോട് നമ്മൾ ധിക്കാരം പ്രവർത്തിക്കരുത്, അവരെ നാം അനുസരിക്കണം. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതി അബാക മാ ദാമ ഹയ്യ, അബ്ദുല്ലാ, നിന്റെ മാതാവ്, നിന്റെ പിതാവ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നീ നിന്റെ പിതാവിനെ അനുസരിക്കണം, നീ നിന്റെ ഉപ്പയെ അനുസരിക്കണം. വലാ തഅസി, നിന്റെ ഉപ്പ പറയുന്നതിനെതിരായി നീ പ്രവർത്തിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു അംറിനോട് പറഞ്ഞതായി ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഇമാം അൽ ബൂസൈരി സഹീഹാണെന്ന് വിധി നൽകിയ ഹദീസിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം നമ്മുടെ കൺമുന്നിൽ നാം കൊണ്ടു നടക്കേണ്ടതല്ലേ? നിന്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഉപ്പയെ നീ പ്രയാസപ്പെടുത്തരുത്, ഉപ്പ പറയുന്നത് നീ അനുസരിക്കണം. ഉപ്പയുടെ പ്രവർത്തനങ്ങളിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം, ഉപ്പയുടെ വാക്കുകൾ നിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചേക്കാം. പക്ഷേ നീ നിന്റെ ഉപ്പയെ അനുസരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറയുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ശേഷം ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൻ അഹഖുൻ നാസി ബിഹുസ്നി സുഹ്ബതി, പ്രവാചകരെ, ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഞാൻ ആരോടാണ് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കേണ്ടത്? ഏറ്റവും നല്ല പെരുമാറ്റം ആരോടായിരിക്കണം? ഏറ്റവും നല്ല സഹവാസം ആരോടായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക്. ആ വ്യക്തിയോട് പറയുന്നു, നീ നിന്റെ ഉമ്മയെ അനുസരിക്കുക, നീ നിന്റെ ഉമ്മയോട് നല്ല നിലയിൽ സഹവസിക്കുക, ഉമ്മയെ നീ ഗൗനിക്കുക, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, അവർക്ക് വേണ്ട പരിഗണനകൾ നീ നൽകണം. ആ സഹാബി ചോദിക്കുന്നു, പ്രവാചകരെ, രണ്ടാമതാരാണ്? ഉമ്മാക്ക് ശേഷം ആരാണ്? പ്രവാചകൻ പറഞ്ഞു, ഉമ്മാക്ക് ശേഷം ആരെന്ന് ചോദിക്കാൻ, ഹദീസിന്റെ ആശയം മനസ്സിലാക്കിയാൽ ഉമ്മാക്ക് ശേഷം ആരെന്ന് ചോദിക്കാൻ ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കിയാൽ നിനക്ക് തീരുന്ന ഹക്കല്ല ഉമ്മയോട്. വീണ്ടും നിന്റെ ഉമ്മയോടാണ് നിനക്ക് ബാധ്യത. വീണ്ടും പ്രവാചകനോട് ചോദിക്കുന്നു, പ്രവാചകരെ, അതിനുശേഷം ആരോടാണ്? അവിടുന്ന് പറയുന്നു, ഉമ്മുക്, നിന്റെ ഉമ്മയോടാണ് നിന്റെ ബാധ്യത. 3 തവണ ഉമ്മയെ പറഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് 4ാമതായി പറഞ്ഞു, 4ാമത്തെ തവണ നിന്റെ ബാധ്യത നിന്റെ ഉപ്പയോടാണ്. പ്രിയപ്പെട്ടവരെ, ഹുസ്നു സുഹ്ബത്തിന്റെ വിഷയത്തിൽ
നല്ല സഹവാസത്തിന്റെ വിഷയത്തിൽ, പരിഗണനയുടെ കാര്യത്തിൽ നാം ഇന്നും മുൻതൂക്കം നൽകേണ്ടത് നമ്മുടെ ഉമ്മയ്ക്കാണ്. പക്ഷേ അനുസരണയുടെ കാര്യത്തിൽ, ഒരു കൽപ്പന മാതാപിതാക്കൾക്കിടയിൽ നിന്ന് വന്നാൽ അനുസരണയുടെ കാര്യത്തിൽ നാം മുൻതൂക്കം നൽകേണ്ടത് പിതാവിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു അംറിനോട് പറഞ്ഞതുപോലെ നിന്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിന്റെ പിതാവിനെ നീ അനുസരിക്കുക. ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും, അനുസരണയുടെ കാര്യങ്ങൾ നോക്കിയാൽ അത് പിതാവിനാണ് മുൻഗണന നൽകേണ്ടത്. എന്നാൽ പരിഗണനയിലും എപ്പോഴും സഹവാസം കൊണ്ട് കൂടെ നിൽക്കുന്നതിലും ഒപ്പം ചേർത്ത് നിർത്തേണ്ടതും ഉമ്മയെയാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞതായി ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ഇലാമുൽ മുവഖ്ഖിഈനിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. അവരെ നാം സ്നേഹിക്കുക. അവർ അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ എന്നും നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാവുക. ഏത് സാഹചര്യത്തിലാണെങ്കിലും അവരോട് ധിക്കാരം പ്രവർത്തിക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. അവർ നമ്മോട് തിന്മ കൽപ്പിച്ചാൽ പോലും, അവർ നമ്മോട് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ പോലും, അവർ നമ്മോട് വ്യഭിചരിക്കാൻ പറഞ്ഞാലും, അവർ മദ്യപിക്കാൻ പറഞ്ഞാലും, അവരേതേത് ഹറാമുകൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യണമെന്ന് പറഞ്ഞാലും മാതാപിതാക്കളോടുള്ള അനുസരണം ഒഴിവാക്കാൻ നിനക്ക് അവകാശമില്ല. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറയുന്നു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് നിങ്ങളോട് ഞാനിതാ വസിയ്യത്ത് ചെയ്യുകയാണ്. ശേഷം റബ്ബ് പറയുന്നു, വഇൻ ജാഹദാക ലിതുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ, നിന്നോട് നിന്റെ മാതാപിതാക്കൾ അല്ലാഹുവിൽ പങ്കുചേർക്കണമെന്ന് പറഞ്ഞാൽ, ഏറ്റവും കഠിനമായി ഈ പാപം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ നീ അനുസരിക്കാൻ പാടില്ല. പക്ഷേ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, അതവർ പറഞ്ഞു എന്നതിന്റെ പേരിൽ നിന്റെ ഉമ്മയെ നീ അവഗണിക്കാൻ പാടില്ല. അവരോട് കാലാകാലം അനുസരണക്കേട് കാണിക്കാൻ നിനക്ക് അവകാശമില്ല. അവർ നിന്നോട് പറയുന്ന തിന്മയിൽ നിനക്ക് വിട്ടുനിൽക്കാം എന്നതൊഴിച്ചാൽ ബാക്കിയുള്ള ബാധ്യത നിനക്ക് നിലനിൽക്കുന്നു എന്ന് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിൽ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോടുള്ള അനുസരണം, അവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ അവഗണിക്കുമ്പോൾ, അവരെ ഒന്നിനും കൊള്ളാത്തവരായി ചിത്രീകരിക്കുമ്പോൾ, നാം ഒരു കച്ചവടം തുടങ്ങുമ്പോൾ അവരോട് പറയാൻ മാത്രം അത് ഗ്രഹിക്കാനുള്ള ബുദ്ധിയില്ലാത്തവരായി അവരെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നാം പറയുമ്പോൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രായം ചെന്നവരല്ലേ, ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന വാക്കുകൾ മാതാവിനെ കുറിച്ച് ഉപയോഗിക്കുമ്പോൾ, പിതാവിനെ കുറിച്ച് ഉപയോഗിക്കുമ്പോൾ, അവർ നമ്മെ ഗർഭം ചുമന്ന സമയത്ത്, നമ്മെ അവർ പ്രസവിച്ച സമയത്ത് നമ്മെ ചൂണ്ടിക്കാണിച്ച് നിന്റെ മകനെ വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ, നിന്റെ കുട്ടിയെ കാണാൻ വെളുപ്പില്ല എന്നവരോട് പറയപ്പെട്ടാൽ അവരുടെ മനസ്സ് പ്രയാസപ്പെടുമായിരുന്നു, അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു. നമുക്കെതിരിൽ ഒരാളെയും സംസാരിക്കാൻ അവർ അനുവദിച്ചിട്ടില്ല. എന്നാൽ മാതാപിതാക്കളുടെ മക്കൾ അവർ വളർന്നു വലുതാകുമ്പോഴേക്ക് മാതാപിതാക്കളെ തള്ളി പറയുന്ന അവസ്ഥ, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്തവരാണെന്ന് പറയുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, അവരനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ, അവരനുഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ പ്രയാസത്തെ ഇസ്ലാം വകവെക്കുന്നുണ്ട്, ആ പ്രയാസത്തെ ഇസ്ലാം മാനിക്കുന്നുണ്ട് എന്നത് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും അവരെ നിങ്ങൾ ധിക്കരിക്കാൻ പാടില്ല, അവരുടെ ആഗ്രഹങ്ങളെ തള്ളിപ്പറയാൻ പാടില്ല. സാധിക്കുന്ന കാര്യങ്ങൾ അൽ-അല്ലാമത്ത് ഇബ്നുൽ ജൗസി പറഞ്ഞതുപോലെ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്കറിയാമോ, മഹാനായ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജൽ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, മാതാക്കളോടുള്ള അനുസരണക്കേട് അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നതാണ്. എന്താണ് ഉഖൂഖ് എന്ന് പറഞ്ഞാൽ, അനുസരണക്കേട് എന്ന് പറഞ്ഞാൽ? ആ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ അൽ ഇമാം ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ അൽ ബിർറു വസ്സില എന്ന കിതാബിൽ പറയുന്നു, മുഖാലഫത്തുൽ വാലിദൈൻ ഫീമാ യഅ്മുറാനി ബിഹി മിനൽ മുബാഹ്, അവർ നിന്നോട് ഏതെങ്കിലും ഹലാലായ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നീ എനിക്ക് സാധിക്കില്ല എന്ന് പറയാൻ പാടില്ല. അവർ നിന്നോടൊന്ന് കടയിൽ പോകാൻ പറഞ്ഞാൽ, അവർ നിന്നോട് അവരുടെ ഫോണൊന്ന് റീചാർജ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, എനിക്ക് ഇന്ന് ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞാൽ, നിസ്സാരമായ കാര്യമാണെങ്കിലും നിന്റെ ഉമ്മ നിന്നോട് പറഞ്ഞാൽ, നിന്റെ ഉപ്പ നിന്നോട് പറഞ്ഞാൽ അതിനെ ധിക്കരിക്കാൻ പാടില്ല. വസൂഉൽ അദബ് ഫിൽ ഖൗലി വൽ ഫിഅൽ, മോശപ്പെട്ട ഒരു വാക്ക്, മോശപ്പെട്ട ഒരു പ്രവർത്തനം പ്രിയപ്പെട്ടവരെ അവരുടെ മുന്നിൽ നമുക്ക് പാടില്ലാത്തതാണ്. അത് ഇസ്ലാം ശക്തമായി വിലക്കിയിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തിന്റെ അർത്ഥം പലതവണയായി കേട്ടവരാണ് നമ്മൾ. അല്ലാഹു പറയുന്നു,
وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا ആരാധനകൾ അല്ലാഹുവിന് മാത്രം നൽകണം. നിന്റെ മാതാപിതാക്കളോട് നീ നന്മ ചെയ്യണം. ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. നിന്റെ മാതാപിതാക്കൾ നിന്റെ കൂടെയാണെങ്കിൽ അവർക്ക് വാർദ്ധക്യമെത്തിയാൽ അവർക്ക് പണ്ട് ചെയ്തതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, നമുക്കിന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തമായി ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ, സ്വന്തമായി കടയിൽ പോയി അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങിക്കാൻ അവർക്ക് കഴിയുന്നില്ല എങ്കിൽ, അവരുടെ സാമ്പത്തിക അവസ്ഥ പഴയ പോലെയല്ലാത്തതിന്റെ പേരിൽ അവർക്ക് മോഹിക്കുന്ന ഒരു കാര്യം വാങ്ങിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അല്ലാഹു പറയുന്നു ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവർക്ക് പ്രായാധിക്യം കാരണത്താൽ നിന്റെ അരികിലാണ് അവരെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരോട് ചേ എന്നൊരു വാക്ക് പോലും നീ പറയാൻ പാടില്ല. ഇമാം ഇബ്നു കസീർ വിശദീകരിച്ചതായി കാണാം, അവരുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന, അവരെ അവഹേളിക്കുന്നു എന്ന് തോന്നുന്ന, അവരുടെ വാക്കിന് വില നൽകുന്നില്ല എന്ന് തോന്നുന്ന ഒരു ചെറിയ വാക്കാണെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ അത് ഇസ്ലാം വിലക്കിയതാണ്. മാതാപിതാക്കളോട് അത്തരത്തിൽ സംസാരിക്കാൻ പാടില്ല, അവരുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കാൻ പാടില്ല. അബൂബക്കർ നുഫയ്യ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ശബ്ദം കേൾക്കുന്നവരെ, മുസ്ലിം സമൂഹമേ, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. അവിടുന്ന് ഒരിക്കൽ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നു, അലാ ഉഖ്ബിറുകും ബി അക്ബരിൽ കബായിർ, ഏറ്റവും വലിയ പാപങ്ങളെ കുറിച്ച്, ഏറ്റവും കഠിനമായ പാപങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തന്നാലും. അവിടുന്ന് പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. രണ്ടാമതായി അവിടുന്ന് പറയുന്നു, വഉഖൂഖുൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കളോട് നീ ധിക്കാരം പ്രവർത്തിക്കലാണ്. പ്രിയപ്പെട്ടവരെ, ധിക്കാരം എന്ന് പറയുമ്പോൾ, അനുസരണക്കേട് എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമാം ഇബ്നുൽ ജൗസിയുടെ വാക്കുകൾ നമ്മുടെ ഓർമ്മകളിലേക്ക് വരണം. അവര് പറഞ്ഞിരിക്കുന്ന ഹലാലായ കാര്യങ്ങൾക്ക് എനിക്കത് സാധ്യമല്ല എന്ന് പറയുന്നത് നീ ചെയ്യുന്ന ധിക്കാരമാണ്. അവരുടെ മുന്നിൽ വെച്ച് അവരെ അവഹേളിക്കുന്ന സംസാരം, മറ്റുള്ളവരോട് അവരെ കുറവാക്കിക്കൊണ്ടുള്ള സംസാരം, അത് അവരോട് ചെയ്യുന്ന ധിക്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വൻ പാപത്തിന്റെ കൂട്ടത്തിലാണ് എണ്ണിയിരിക്കുന്നത് എന്ന കാര്യം നാം മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ അവരിന്ന് നമ്മുടെ അരികിലുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവർക്ക് ആവശ്യമായ സേവനങ്ങൾ നാം ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ നാം ചെയ്തു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ജിഹാദിനേക്കാളും വലിയ സ്ഥാനം ഇസ്ലാം അവർക്ക് നൽകിയിട്ടുണ്ട്. അവരോടുള്ള നന്മ ജിഹാദിനേക്കാളും വലിയ സ്ഥാനമാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, അഖ്ബല റജുലുൻ ഇലാ നബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഒരു വ്യക്തി പ്രവാചകന്റെ അരികിലേക്ക് വന്നു. ശേഷം പ്രവാചകനോട് പറഞ്ഞു, ഉബായിഉക അലൽ ഹിജ്റതി വൽ ജിഹാദ്, പ്രവാചകരെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പലായനം ചെയ്യാനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കളുടെ ഇടയിലേക്ക് പോയിക്കൊണ്ട് യുദ്ധത്തിനിറങ്ങാനും ഞാൻ താങ്കൾക്ക് ബൈഅത്തിന് വേണ്ടി വരികയാണ്. ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ മുജാഹിദീങ്ങളെ, ഇസ്ലാമിന്റെ ആവശ്യമുള്ള കാലഘട്ടം, പോരാളികളെ ആവശ്യമുള്ള കാലഘട്ടം, ഒരു വ്യക്തി വന്നുകൊണ്ട് പ്രവാചകനോട് പറയുന്നു, ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അബ്തഗിൽ അജ്റ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രമാണ് പ്രവാചകരെ എന്റെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് ചോദിക്കുന്നു, ഫഹൽ മിൻ വാലിദൈക അഹദുൻ ഹൈ, നീ പ്രതിഫലം ആഗ്രഹിച്ചല്ലേ വന്നത്? നിന്റെ ഉമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ? നിന്റെ ഉപ്പ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ നാം കോർത്തിടേണ്ട കാര്യം, ഉമ്മ ഇന്നുണ്ടോ? ഉമ്മ എന്ന് വിളിക്കാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഉമ്മ എന്ന് പറയാൻ, നമ്മുടെ വിളി കേൾക്കാൻ ആ വീട്ടിൽ ഒരാളുണ്ട് എങ്കിൽ, നമ്മുടെ ഉമ്മ ഇന്നുണ്ട് എങ്കിൽ, നമ്മുടെ ഉപ്പ നമ്മുടെ മുന്നിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നു എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബി പറഞ്ഞു, നഅം ബൽ കിലാഹുമ, പ്രവാചകരെ, അവർ ഏതെങ്കിലും ഒരാൾ മാത്രമല്ല, രണ്ടാളുകളും ഇന്ന് ജീവിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തബ്തഗിൽ അജ്റ മിനല്ലാഹ്, നീ ആഗ്രഹിക്കുന്നത്, നിന്റെ ആഗ്രഹം അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലമല്ലേ? അദ്ദേഹം പറഞ്ഞു, നഅം, അതേ പ്രവാചകരെ, എനിക്ക് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർജി ഇലാ വാലിദൈക്, നീ നിന്റെ വീട്ടിലേക്ക് പോവുക, നിന്റെ ഉമ്മയുടെ അരികിലേക്ക് പോവുക, ഉപ്പയുടെ അരികിലേക്ക് പോവുക. ഫഅഹ്സിൻ സുഹ്ബതഹുമാ, അവരോട് നീ നല്ല നിലയിൽ വർത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഈ ജിഹാദിനേക്കാളും നിനക്ക് അല്ലാഹുവിൽ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞു. മറ്റൊരു സംഭവത്തിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം,
ഒരു വ്യക്തി വന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്യാൻ തയ്യാറായിക്കൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ പ്രവാചകരെ, എന്റെ ഉമ്മ കരയുകയായിരുന്നു, എന്റെ ഉപ്പ കരയുകയായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങുക. നീ അവരെ കരയിച്ചു എന്നല്ല പറഞ്ഞത്, നീ വീട്ടിൽ പോയി അവരെ നീ ചിരിപ്പിക്കുക എന്നതാണ് നിന്റെ ഉത്തരവാദിത്വം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ കരയുന്നൊരവസ്ഥ, മാതാപിതാക്കൾ മക്കളുടെ വിഷയത്തിൽ അവരുടെ അനുസരണക്കേട് കണ്ടുകൊണ്ട് കരയുന്നൊരവസ്ഥ ഒരു കാരണവശാലും നമ്മളിലൂടെ ഉണ്ടാകാൻ പാടില്ല. ഹിഷാം ഇബ്നു ഹസ്സാൻ റഹിമഹുല്ലാ ഒരിക്കൽ ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലയുടെ അരികിലേക്ക് വന്ന് ചോദിച്ചു, ഇമാം, ഞാൻ ഖുർആൻ പഠിക്കാൻ പോകാറുണ്ട്. എന്റെ ഉമ്മ രാത്രി ഭക്ഷണം കഴിക്കാൻ എന്നെ കാത്തിരിക്കും. ഞാൻ ഖുർആൻ പഠിച്ചു കഴിഞ്ഞു വന്നാൽ എന്റെ ഉമ്മാക്ക് ഭക്ഷണം കഴിക്കാൻ ഏറെ വൈകിപ്പോകും. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഖുർആനിന്റെ ഹൽക്കയിൽ പോയി ഖുർആൻ പഠിക്കണമോ, അതല്ല എന്റെ ഉമ്മയുടെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കുകയാണോ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞു, നിന്റെ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് അവരുടെ മനസ്സിന് സന്തോഷമേകുമെങ്കിൽ, അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുമെങ്കിൽ അതാണ് സുന്നത്തായ ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടമെന്ന് ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ വില, മാതാപിതാക്കൾക്ക് മുൻഗാമികൾ നൽകിയിരിക്കുന്ന സ്ഥാനം അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അവരുടെ പിൻഗാമികളല്ലേ നാം. അവർ സ്വീകരിച്ചിരിക്കുന്ന അധ്യാപനങ്ങൾ ഓരോ ദിവസവും ഖുതുബകളിലായും ക്ലാസുകളിലായും നാം കേൾക്കുന്നു. ഉമ്മയെ ബഹുമാനിക്കണം, ഉമ്മയെ ആദരിക്കണം എന്ന് നാം കേൾക്കുന്നു. പക്ഷേ അവർ അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ നാം മറന്നു പോവുകയാണ്. അവർ അനുഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നാം മറന്നു പോവുകയാണ്. ഇസ്ലാം അവർക്ക് നൽകിയിരിക്കുന്ന ബഹുമതികൾ നാം മറന്നു പോവുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ശേഷം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന അബി ഇജ്താഹ മാലി. പ്രവാചകരെ, എന്റെ ഉപ്പ എന്റെ പൈസ എടുക്കുകയാണ്, എന്റെ ഉപ്പ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് എടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അൻത വമാലുക ലി അബീക്. നീയും നിന്റെ ഉപ്പയും, നീയും നിന്റെ സമ്പാദ്യവും നിന്റെ ഉപ്പാക്കുള്ളതാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഔലാദകും മിൻ അത്യബി കസ്ബികും ഫകുലു മിൻ അംവാലിഹിം. നിങ്ങൾ സമ്പാദിച്ചതിൽ ഏറ്റവും നല്ല സമ്പാദ്യം അത് നിങ്ങളുടെ സന്താനങ്ങളാണ്. അതുകൊണ്ട് അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാമെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധ്യാപനം നൽകി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ ബഹുമാനിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക. അവരേതവസ്ഥയിലാണെങ്കിലും അവരോട് അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരിക്കൽ എന്റെ ഉമ്മ, അവിശ്വാസിയായ കാഫിറായ എന്റെ ഉമ്മ എന്റെ വീട്ടിലേക്ക് വന്നു. എന്റെ അരികിലുള്ള വിഭവങ്ങളിൽ, എന്റെ സമ്പാദ്യത്തിൽ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവർ പാവപ്പെട്ടവരായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ഉമ്മി അജത്നി ഫഹിയ റാഗിബ. പ്രവാചകരെ, എന്റെ കയ്യിലുള്ള ഭക്ഷണം, സമ്പാദ്യം അതൊക്കെ മോഹിച്ചുകൊണ്ട് എന്റെ ഉമ്മ വന്നിട്ടുണ്ട്. അവർ കാഫിറാണ്. അഫ അസ്ലു ഉമ്മി, എന്റെ ഉമ്മയോട് ഞാൻ ബന്ധം ചേർക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വിലി ഉമ്മിക്, നീ നിന്റെ ഉമ്മയോട്, സ്വിലി ഉമ്മക്, നീ നിന്റെ ഉമ്മയോട് ബന്ധം ചേർത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മോശമായൊരു വാക്കുകൾ, മോശമായൊരു പ്രവർത്തനം അവരോട് നാം കാട്ടിക്കൂടാ. അവർക്ക് വേദനയുണ്ടാക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഉമ്മയെ കരയിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. നമ്മുടെ മോശപ്പെട്ട വാക്കുകൾ കാരണം അവർ വേദനിച്ചു എങ്കിൽ, നാം ഇത്രയും കാലം ചെയ്തിരിക്കുന്ന ഓരോരോ പ്രവർത്തനങ്ങളും വാക്കുകളും അവരുടെ മനസ്സിന് മുറിവുണ്ടാക്കിയെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മനസ്സിൽ എന്ത് വന്നാലും, നാം എന്ത് ചെയ്താലും ഉമ്മ മക്കളോട് സ്നേഹം കാണിക്കുന്നവരായിരിക്കും, ഉപ്പ മക്കളോട് സ്നേഹം കാണിക്കുന്നവരായിരിക്കും. പക്ഷേ നാം ചെയ്യുന്ന ഹറാമുകൾ, നാം ചെയ്യുന്ന ധിക്കാരങ്ങൾ റബ്ബിന്റെ മുന്നിലെത്തിയാൽ അതികഠിനമായ കാര്യമായിരിക്കും. ഒരുപക്ഷെ മാതാപിതാക്കൾ അത് നമ്മോട് പുറത്തു തരാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കാൻ പറഞ്ഞിരിക്കുന്ന ബാധ്യതകൾ നാം ബഹുമാനിക്കുന്നില്ല എങ്കിൽ എത്രമാത്രം ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ നാം സ്നേഹിക്കുക, അവർക്ക് എല്ലാവിധ ആദരവും നൽകുക. അവർ ഏതെങ്കിലും തിന്മകളിൽ അകപ്പെട്ടു എങ്കിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവരെ ആ തിന്മകളിൽ നിന്ന് മുക്തമാക്കാൻ നാം ശ്രമിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മാതാവിന്റെ ചരിത്രം കേട്ടവരായിരിക്കും പലരും. അദ്ദേഹത്തിന്റെ മാതാവ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കുറ്റം പറയും, പ്രവാചകനെ ചീത്ത പറയും. അദ്ദേഹത്തിന് വലിയ പ്രയാസമുണ്ടാക്കി.
വലിയ പ്രയാസമുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രവാചകനെ ചീത്ത പറയുക എന്ന് പറയുന്നത് ഇന്നൊരു പക്ഷെ എന്നെ കേൾക്കുന്ന എന്റെ സുഹൃത്തുക്കൾക്ക് അതിന്റെ ഗൗരവം എത്രമാത്രം മനസ്സിലാകണമെന്നില്ല. മഹാന്മാരായ സഹാബികളെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും പ്രവാചകനെ കുറിച്ചൊരു വാക്കുകുറ്റം പറഞ്ഞാൽ നിന്നെ തൂക്കുമരത്തിൽ നിന്ന് ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞാൽ ആ സഹാബികൾ തിരിച്ചു പറയാറുള്ളത് പ്രവാചകന് വേണ്ടി നമ്മുടെ ജീവിതം നൽകാൻ നാം തയ്യാറാണ്. അവിടുത്തെ കാലുകളിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ സഹാബികൾ മഹാനായ അബൂ ഹുറൈറ പറയുന്നു, എല്ലാ ദിവസവും എന്റെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയും. പക്ഷേ ഞാൻ എന്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഞാൻ ചെന്ന് പറഞ്ഞു, പ്രവാചകരെ എന്റെ ഉമ്മാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, എന്റെ ഉമ്മാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, അവർ സന്മാർഗത്തിൽ വരണം. എത്രമാത്രം നന്മയാണ് ആ മകൻ ആ ഉമ്മാക്ക് വേണ്ടി ആഗ്രഹിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ മാതാവിന് നീ ഹിദായത്ത് നൽകണം. തന്റെ ഉമ്മ നരകത്തിൽ പോകുന്നത്, തന്റെ ഉമ്മ പരലോകത്തെത്തിയാൽ പരാജിതയാകുന്നത്, തന്റെ ഉമ്മ റബ്ബിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്നത് മഹാനായ സഹാബിക്ക് പ്രിയപ്പെട്ടവരെ ചിന്തിക്കാൻ കൂടി പ്രയാസമായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ആവശ്യപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ചെയ്തതിനു ശേഷം അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വീട്ടിൽ കുളിക്കുകയാണ്. അദ്ദേഹം വാതിലിൽ മുട്ടി. അദ്ദേഹത്തിന് ഉമ്മ പറഞ്ഞു, കുറച്ചു സമയം ഞാൻ വാതിൽ തുറക്കാം. വാതിൽ തുറക്കുമ്പോൾ അവർ പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം വലിയ സന്തുഷ്ടനായി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ എന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്, എന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങളുടെ മനസ്സിൽ അബൂ ഹുറൈറക്കും അദ്ദേഹത്തിന്റെ ഉമ്മാക്കും നീ സ്ഥാനം നൽകണം, അവരെ ഇഷ്ടപ്പെടുന്നവരാക്കി മാറ്റണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഉമ്മയോട് സ്നേഹം കാണിച്ച ആ മകന്റെ ദുആക്ക് പ്രതിഫലമായി ഇന്നും അബൂ ഹുറൈറയെ മുസ്ലിമീങ്ങൾ എത്രമാത്രം സ്നേഹത്തിലാണ് കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും മാതാപിതാക്കളോട് മോശമായ വാക്കുകൾ പറയാൻ പാടില്ല, അവരോട് ധിക്കാരം പ്രവർത്തിക്കാൻ പാടില്ല. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഇമാം ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ അൽ ബിർ വസ്സില എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ഒരിക്കൽ ഒരു വ്യക്തി മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മയെ അവർക്ക് പ്രായാധിക്യം കാരണത്താൽ ഒന്നും സ്വന്തമായി ചെയ്യാൻ സാധ്യമല്ല, ഞാൻ അവരെ എന്റെ തോളിൽ കൊണ്ട് നടക്കും, അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവരുടെ മലമൂത്ര വിസർജനമാണെങ്കിലും എല്ലാം അവരെന്റെ ശരീരത്തിലും മറ്റും തട്ടിയിട്ടാണ് ചെയ്യാറുള്ളത്. ഞാൻ ഇതൊക്കെ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കും, എല്ലാം കഴിഞ്ഞാൽ ഞാൻ എന്റെ ശരീരം വൃത്തിയാക്കും. ഇബ്നു ഉമർ, ഞാൻ ഈ ചെയ്തതൊക്കെ അവർ സഹിച്ചിരിക്കുന്ന ഈ ത്യാഗത്തിന് പകരമാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ പ്രസവ സമയത്ത് അനുഭവിച്ചിരിക്കുന്ന പ്രയാസത്തിൽ ഒരു അംശം പോലും അതാകില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഒരിക്കൽ ഒരു വ്യക്തി ഖുറാസാനിൽ നിന്ന് ഉമ്മയുമായി വന്നു. ദൂരെ ഇറാനിന്റെ ഭാഗത്ത് നിന്ന് ഉമ്മയെ തോളിലേറ്റി ഹജ്ജിന് വേണ്ടി വന്നു. അങ്ങനെ തവാഫ് ചെയ്തു. ഹജ്ജ് ചെയ്തവർക്ക്, ഉംറ ചെയ്തവർക്ക് അതിന്റെ പ്രയാസങ്ങൾ അറിയാം. പ്രത്യേകിച്ച് ഹജ്ജിന്റെ കർമ്മങ്ങൾ ഏറെ ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളാണ്, അതും പഴയ കാലഘട്ടത്തിൽ. ഉമ്മയെ തോളിലേറ്റി ഈ കർമ്മങ്ങളൊക്കെ വന്ന് ചെയ്തു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നിട്ട് ചോദിച്ചു, ഇബ്നു ഉമർ, ഞാനിതാ തവാഫ് ചെയ്തു, ഞാൻ സഈ ചെയ്തു, എന്റെ ഉമ്മാക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഞാൻ എന്റെ ഉമ്മ അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾക്ക് പകരമായി ഇത് പരിഗണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമക്കുമ്പോൾ അവരുടെ ആഗ്രഹം നീ എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ നല്ല നിലയിൽ ജീവിക്കണമെന്നായിരുന്നു. എന്നാൽ ഇന്ന് നീ അവരുടെ പ്രയാസങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് നീ അവരെ കൊണ്ടു നടക്കുന്നുവെങ്കിലും നിന്റെ മനസ്സിൽ ഇടക്കൊക്കെ വരുന്ന ചിന്ത എന്താണ്, ഇവരൊന്ന് മരണപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര കാലമാണ് ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് അവർ നടക്കുക. എന്നാൽ നമ്മുടെ ഉമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരുപക്ഷെ ഡോക്ടേഴ്സ് അവരോട് പറഞ്ഞിട്ടുണ്ടാകും, അംഗവൈകല്യമുള്ള കുട്ടിയാണ് വരിക, അല്ലെങ്കിൽ ചെവി കേൾക്കുകയില്ല, ശരീരത്തിന് ഇന്ന ഭാഗത്ത് ന്യൂനതകളുണ്ട് എന്ന് പറയപ്പെടുമ്പോഴും ആ ഉമ്മയുടെ മനസ്സിൽ ഏത് ബുദ്ധിമുട്ട് വന്നാലും ഈ മകനെ ഞാൻ സംരക്ഷിക്കും, ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും എന്റെ ജീവിതത്തിൽ സകല സുഖങ്ങൾ ഒഴിവാക്കിയിട്ടാണെങ്കിലും ഈ മകനെ ഞാൻ പോറ്റും, അവരെ ഞാൻ വളർത്തും, അതിനെന്ത് വേണ്ടി വന്നാലും, എന്റെ വീട് വിൽക്കേണ്ടി വന്നാലും, എന്റെ ശരീരം നൽകേണ്ടി വന്നാലും, എന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും, സമ്പാദ്യം മൊത്തം കളയേണ്ടി വന്നാലും എന്റെ മകന്റെ സംരക്ഷണത്തിന് ഞാൻ സമയം ചെലവഴിക്കുമെന്നായിരിക്കും ഒരു ഉപ്പയുടെ ചിന്ത. എന്നാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ വ്യക്തിയോട് പറഞ്ഞു,
ഇന്ന് നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഏതാനും ചില വർഷങ്ങൾ ഈ ബാധ്യത എന്റെ തലയിലുണ്ട്, മരണപ്പെടണമെന്ന് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ആഗ്രഹം വരുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ അത് വലിയ അനുഗ്രഹമാണ്. ചില റിവായത്തുകളിൽ വന്നതുപോലെ സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മയുണ്ടെങ്കിൽ, നിങ്ങളുടെ വാപ്പയുണ്ടെങ്കിൽ, വല്ലാഹി അത് നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള കവാടങ്ങളാണ്. അത് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കുള്ള കവാടങ്ങളാണ്. വീട്ടിലേക്ക് പോയാൽ, വീട്ടിലേക്ക് ചെന്നാൽ ആ ഉമ്മയെ നിങ്ങൾ കണ്ടാൽ അവരോട് നിങ്ങൾ സലാം പറഞ്ഞ് അവരുടെ നെറ്റിയിൽ നിങ്ങൾ ചുംബനമർപ്പിച്ച് അവരുടെ തൃപ്തി നേടിയെടുക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ഉപ്പയെ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ സ്നേഹിക്കുക. അവരനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ, അവരെ കുറിച്ച് ഒരു കാരണവശാലും മോശപ്പെട്ട ഒരു വാക്ക് നമ്മുടെ നാവിൽ നിന്നുണ്ടാകാൻ പാടില്ല. നമുക്കിന്ന് വീട്ടിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മ ഒരു ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ ഉമ്മ എനിക്ക് കുറച്ച് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം വിളമ്പിത്തരാൻ അവിടെ ഉമ്മയുണ്ട് എന്നുള്ളത് നമുക്കിന്ന് ജീവിച്ചിരിക്കുമ്പോൾ അതിന്റെ വില മനസ്സിലാക്കണമെന്നില്ല. എന്നാൽ വീട്ടിലേക്ക് കയറി ചെന്ന് ഉമ്മ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ വിളിക്കുത്തരം നൽകാൻ ആ വീട്ടിൽ ഒരാളില്ല എങ്കിൽ, വേറെ ആരെവിടെ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ അതിന് പകരമാവുകയില്ല. അവരുണ്ടാക്കിയ ഭക്ഷണം അത് രുചിയില്ല എന്നവരോട് പറഞ്ഞാൽ അവർക്ക് പരാതിയില്ല. എനിക്ക് ഈ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ഭക്ഷണം ഉണ്ടാക്കി നൽകാൻ അവർക്ക് മടിയില്ല. എന്നാൽ വീട്ടിൽ വേറെ ആരാണെങ്കിലും നമ്മുടെ ഉമ്മക്ക് പകരമാകാൻ, നമ്മുടെ വാപ്പക്ക് പകരമാകാൻ ഒരു കാരണവശാലും ഒരാൾക്കും അതിന് സാധ്യമല്ല. അതുകൊണ്ട് മാതാപിതാക്കളെ ആദരിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവരുടെ അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരുടെ പൊരുത്തം നിങ്ങൾ ചോദിക്കുക. തൗഹീദിന്റെ കൂടെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഈ ബാധ്യതയെ നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല. ഇന്ന് പല ആളുകളും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ചില ആളുകളെ അല്ലെങ്കിൽ സ്വന്തം വാപ്പയെ ചൂണ്ടിക്കാണിച്ച് ഇതെന്റെ ഉപ്പയാണ് എന്ന് പറയാൻ മറ്റുള്ള സുഹൃത്തുക്കളുടെ മുമ്പിൽ നാണിക്കുന്ന സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ഗുരുതരമായ വിഷയമാണ്, എത്ര ഗൗരവമുള്ള വിഷയമാണ്. അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈസ മിൻ റജുലിൻ ഇദ്ദഅ ലിഗൈരി അബീഹി വഹുവ യഅലമു ഇല്ലാ കഫർ. തന്റെ ഉപ്പയാണെന്ന് അറിഞ്ഞിട്ടും തന്റെ ഉപ്പയെ ആളുകളുടെ മുമ്പിൽ ലജ്ജ കാരണത്താൽ, ഒരു പക്ഷേ നിസാരമായ ആളുകൾ വലിയ ബഹുമാനിക്കാത്ത ജോലി ചെയ്യുന്നവനായിരിക്കാം, ചുമട്ടുതൊഴിലാളിയായിരിക്കാം, അല്ലെങ്കിൽ ഓരോരോ വീട്ടിലും പോയി എന്തെങ്കിലും ചെറിയ പണികൾ എടുത്തുകൊണ്ട് ഈ മകനെ പോറ്റുന്നവനായിരിക്കാം, അല്ലെങ്കിൽ കാണാൻ ഭംഗിയില്ലാത്തവനായിരിക്കാം. ആളുകളുടെ മുമ്പിൽ ഇതെന്റെ ഉപ്പയാണ് എന്ന് പറഞ്ഞ ആ ഉപ്പയെ ചൂണ്ടിക്കാണിക്കാൻ ഒരുവൻ മടിക്കുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ നിഷേധിച്ചവനാണ് അവനെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോടുള്ള അനുസരണ, അവരോടുള്ള നസീഹത്ത്, അവരോടുള്ള ബഹുമാനം ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുക. അത് ഇബാദത്താണെന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവുക. ഇത് റബ്ബ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ഈ ഉമ്മയും ഉപ്പയും മാതാപിതാക്കളുടെ വസിയ്യത്താണ്. അവരോട് നീ ധിക്കാരം പ്രവർത്തിക്കുമ്പോൾ നിന്റെ റബ്ബിന്റെ വസിയ്യത്താണ് നീ എതിർക്കുന്നത് എന്ന ബോധം നിന്റെ മനസ്സിലുണ്ടാവുക. താബിഈങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ് എന്ന ചോദ്യത്തിന് നമുക്കൊരു മറുപടിയാണ് പ്രധാനമായിട്ടും. അതാരാണ്? ഉവൈസ് അൽ ഖറനി റഹിമഹുല്ലാഹു തആല. അദ്ദേഹമാണ് താബിഈങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞതായി കാണാം, ഇന്ന ഖൈറ താബിഈൻ റജുലുൻ യുഖാലു ലഹു ഉവൈസ്. താബിഈങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഉവൈസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് അതിന് കാരണം? വലഹു വാലിദ, അദ്ദേഹത്തിന് ഒരു മാതാവുണ്ട്. വഹുവ ബിഹാ ബർ, അദ്ദേഹം ആ ഉമ്മയോട് അങ്ങേയറ്റം അനുകമ്പ കാണിക്കുന്നവനാണ്. ഉമ്മയുടെ കാര്യങ്ങൾ, ഉമ്മയെ പരിഗണിക്കുന്നവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ, പ്രവാചകനെ കണ്ടിട്ടില്ലാത്ത, പ്രവാചകന് ശേഷം വരുന്ന ആ വ്യക്തിയെ കുറിച്ച് സഹാബത്തിനോട് പറയുന്നു, ഫമുറൂഹു യസ്തഗ്ഫിർ ലക്കും. നിങ്ങൾ അവരോട് പറയുക, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ, സഹാബികളെ നിങ്ങൾക്ക് ശേഷമുള്ള ആ വ്യക്തിയെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അദ്ദേഹത്തോട് പറയുക, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പാപമോചനം ചോദിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹാജിമാർ വരുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് അൽ ഖറനി എന്ന് പറയുന്ന വ്യക്തിയുണ്ടോ? ഉവൈസ് അൽ ഖറനി ഉണ്ടോ? അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ചോദിച്ചു. ആ യമനിലെ നിവാസികൾ പറഞ്ഞു, നമുക്കറിയില്ല അങ്ങനെ ഒരു വ്യക്തി. മറ്റൊരു സംഘം വന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് അൽ ഖറനി ഉണ്ടോ എന്ന് ചോദിച്ചു. ഉമർ, പ്രവാചകൻ പറഞ്ഞു, ഉമറു ഫിൽ ജന്ന, സ്വർഗത്തിലാണ് ഉമർ. ആ ഉമറാ ചോദിക്കുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് അൽ ഖറനി ഉണ്ടോ? അങ്ങനെ അവർ പറഞ്ഞു, ആ ഒരു വ്യക്തിയുണ്ട്. ആരാലും പരിഗണിക്കപ്പെടാത്ത, ആരും വലിയ ബഹുമതികളൊന്നും നൽകാത്ത ഒരാട്ടിടിയൻ. അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ആടിനെ മേയിച്ച് നടക്കുന്നു എന്നല്ലാതെ നമുക്കിടയിൽ അവന് വലിയ വിലയൊന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളാണോ ഉവൈസ് അൽ ഖറനി? അദ്ദേഹം പറഞ്ഞു, അതെ. അദ്ദേഹം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു ഉവൈസിനോട് പറഞ്ഞു, താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം.
എനിക്ക് വേണ്ടി താങ്കൾ പാപമോചനം ചോദിക്കണം. എന്താണ് കാരണം? ഉമ്മയോട് ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു ഉവൈസ് അൽ ഖറനി. അതാണ് അദ്ദേഹത്തെ താബിഈങ്ങളുടെ നേതാവാക്കിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. അവരെ ബഹുമാനിക്കണമോ അവരെ നിന്ദിക്കണമോ എന്നുള്ളത് പരലോകത്ത് നാം എന്താഗ്രഹിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ചു ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബഹുമാനിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് നമുക്കിന്ന് അവർ ജീവിച്ച് നമ്മുടെ മുന്നിലുണ്ട് എങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ അവരെ നാം പരിഗണിക്കുക. ഇനി അഥവാ അവർ രണ്ടുപേരും നമ്മെ തൊട്ട് വേർപിരിഞ്ഞുവെങ്കിൽ, മരണപ്പെട്ടുവെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഒരാൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ അവരോടും നാം നന്മ ചെയ്യണം. അവർക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പറയാം. ഒന്നാമത്തേത്, അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യുക. നമ്മുടെ ഉപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉമ്മ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ. ഒരാൾ മരണപ്പെട്ടാൽ 3 കാര്യങ്ങൾ ഒഴികെ എല്ലാം നിലച്ചുപോകും. അതിലൊരു കാര്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്താനങ്ങളാണ്. നമ്മുടെ ഉമ്മാക്ക് വേണ്ടി, നമ്മുടെ ഉപ്പാക്ക് വേണ്ടി നാം ദുആ ചെയ്യുക. മറ്റൊരു ഹദീസിൽ ഇമാം അഹ്മദും ബസ്സാറും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ ലയുർഫഉ ദറജതുഹു ഫിൽ ജന്ന. ഒരു അടിമയുടെ സ്ഥാനം സ്വർഗ്ഗത്തിൽ അല്ലെങ്കിൽ പരലോക ജീവിതത്തിൽ അല്ലാഹു ഉയർത്തി നൽകും. നമ്മുടെ ഉമ്മ മരണപ്പെട്ടുവെങ്കിൽ, നമ്മുടെ ഉപ്പ മരിച്ചുവെങ്കിൽ പരലോകത്ത് അവരുടെ സ്ഥാനം ഒന്ന് ഉയർത്തും അല്ലാഹു. ഫയഖൂൽ, ഈ സമയം നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ റബ്ബിനോട് ചോദിക്കും, അല്ലെങ്കിൽ അവിടെയുള്ളവരോട് ചോദിക്കും, അന്നാ ലി ഹാദാ, എനിക്ക് എങ്ങനെയാണ് ഈ ഒരു സ്ഥാനം ഉയർത്തപ്പെട്ടത്? അവിടുന്ന് പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക് ലക്, നിന്റെ ഉമ്മ അല്ലെങ്കിൽ നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി അവർ അനുഭവിച്ചിരിക്കുന്ന ത്യാഗങ്ങൾക്ക് ഇന്ന് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണ്? അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക. ഇമാം അൽ ഫയ്യൂമി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ആ വിഷയത്തിൽ ഇജ്മാഅ് ഉണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്താലും ഇസ്തിഗ്ഫാർ ചെയ്താലും അത് അവർക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമതായി അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവർക്ക് വേണ്ടി സദഖ ചെയ്യുക. ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിന്റെ കഴിവനുസരിച്ച് നമ്മുടെ ഉമ്മയുടെ പേരിൽ ഒരു സദഖ നാം നൽകുക, നമ്മുടെ ഉപ്പയുടെ പേരിൽ ഒരു സദഖ നാം നൽകുക. ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി ഉഫ്തുതിലത് നഫ്സുഹാ, പ്രവാചകരെ, എന്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുകയാണ്. വഅളുന്നുഹാ ലൗ തകല്ലമത് തസദ്ദഖത്, ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ, പെട്ടെന്നുള്ള മരണമായിരുന്നു, ഒരു അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ അവർ സദഖ ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു. ഫഹൽ ലഹ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ, അവർക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്താൽ അത് അവർക്ക് പ്രതിഫലം ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിച്ചതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടതാണ്. ഞാൻ ആ സമയം നാട്ടിലുണ്ടായിരുന്നില്ല, അവരെ ഇവർ മറവ് ചെയ്തിരിക്കുകയാണ്. എന്റെ ഉമ്മാക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, ഞാൻ സദഖ ചെയ്താൽ അത് എന്റെ ഉമ്മാക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്ന് മറുപടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഏറ്റവും വിലപിടിപ്പുള്ള ഒരു തോട്ടം തന്നെ ഉമ്മയുടെ പേരിൽ സദഖ ചെയ്തതായി കാണാം. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് സദഖയുടെ പ്രതിഫലം മരണപ്പെട്ടവർക്ക് എത്തുമെന്ന വിഷയത്തിൽ ഇജ്മാഅ് ഉദ്ധരിച്ചതായി കാണാം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവരുടെ ബന്ധുക്കൾ, അവരുടെ സുഹൃത്തുക്കൾ, അവരെ നാം ആദരിക്കുക, അവരെ നാം ബഹുമാനിക്കുക. അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ദുല്ലാഹ് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഞാൻ ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ വഴിയോരത്ത് വെച്ച് ഗ്രാമീണനായ പാവപ്പെട്ട സാധാരണ ഒരു വ്യക്തി നടന്നു പോകുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. ഇബ്നു ഉമർ വലിയ പണ്ഡിതനാണ്, ആലിമാണ്. അദ്ദേഹത്തിന്റെ അരികിൽ ധാരാളം വിദ്യാർത്ഥികളും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുമുണ്ട്. അങ്ങനെ ഈ ഗ്രാമീണനായ വ്യക്തിയെ കണ്ടപ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അദ്ദേഹത്തിന്റെ അരികിൽ ചെല്ലുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ഇദ്ദേഹത്തെ കയറ്റി ഇരുത്തുകയും ചെയ്തു. ഇബ്നു ഉമറിന്റെ തലയിൽ ഉണ്ടായിരുന്ന തലപ്പാവെടുത്ത് അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു കൊടുത്തു. അബ്ദുല്ലാഹ് ഇബ്നു ദീനാർ ഇബ്നു ഉമറിനോട് പറഞ്ഞു, അസ്ലഹക അല്ലാഹ്, അല്ലാഹു താങ്കളെ നന്നാക്കട്ടെ. വഇന്നഹും യർളൗന ബിൽ യസീർ, അവർ ഗ്രാമീണരാണ്, പാവങ്ങളാണ്.
അവരെ ഇങ്ങനെ ആദരിക്കേണ്ട ആവശ്യമില്ല. താങ്കൾ ഇബ്നു ഉമർ എന്ന് പറയുന്ന സഹാബി യാത്ര ചെയ്യുന്ന വാഹനത്തിലൊന്നും അവരെ ഇരുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, ഇന്ന അബാ ഹാദാ കാന വുദ്ദൻ ലി ഉമർ ഇബ്നുൽ ഖത്താബ്. അദ്ദേഹത്തിന്റെ വാപ്പ എന്റെ ഉപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അബറൽ ബിർ സിലത്തുൽ വലദി അഹ്ല വുദ്ദി അബി. ഏറ്റവും വലിയ നന്മകളിൽപ്പെട്ടതാണ് മാതാപിതാക്കളുടെ സ്നേഹിതന്മാർ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ കുടുംബങ്ങൾ, അവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ നന്മയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അതുപോലെ അവർ മരണപ്പെട്ടുവെങ്കിൽ, അവർ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ, ഉംറ ചെയ്തില്ല എങ്കിൽ അവർക്ക് വേണ്ടി ഹജ്ജും ഉംറയും നാം നിർവഹിക്കുക. ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി നദറത് അൻ തഹജ്ജ്. പ്രവാചകരെ, എന്റെ ഉമ്മ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു, നേർച്ചയാക്കിയിരുന്നു. ഫലം തഹജ്ജ ഹത്താ മാതത്. അവർക്ക് മരണപ്പെടുന്നത് വരെ ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അഫ അഹജ്ജു അൻഹാ. ഞാൻ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം ഹജ്ജി അൻഹാ. നീ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവർ മരണപ്പെട്ടവരാണെങ്കിലും അവരോട് നാം സ്നേഹം കാണിക്കുക, അവരോട് നാം ബഹുമാനം കാണിക്കുക, അവരുടെ വേണ്ടപ്പെട്ട ആളുകളെ നാം ബഹുമാനിക്കുക, അവരോട് വേണ്ടപ്പെട്ടവരെ നാം ആദരിക്കുക. ഇങ്ങനെ അവരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം വർദ്ധിപ്പിക്കുക. ചില ആളുകൾക്ക് വരുന്ന ഒരു സംശയം ഉണ്ടായേക്കാം. സൂറത്തുൻ നജ്മിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റ. ഓരോരുത്തർക്കും അവർ ചെയ്തിരിക്കുന്ന നന്മകളുടെ പ്രതിഫലങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന ആയത്തിന് ഈ വിഷയങ്ങൾ എതിരാവില്ലേ എന്ന് ആർക്കെങ്കിലും സംശയം വരികയാണെങ്കിൽ അല്ലാമ മുഹമ്മദ് ബിൻ അലി ആദം അൽ അജ്യൂബി റഹിമഹുല്ലാഹ് ഈ ഹദീസുകൾക്ക് വിശദീകരിക്കുമ്പോൾ പറഞ്ഞതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും അവർ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതാണ് അടിസ്ഥാനം. പക്ഷേ ഹദീസുകളിൽ വന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് ഒഴിവായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, അവർക്ക് വേണ്ടി സദഖ ചെയ്യുന്നത്, അവരുടെ പേരിൽ ഹജ്ജ് ചെയ്യുന്നത്, അതുപോലെ അവരുടെ കുടുംബങ്ങളുമായി അവരുടെ സുഹൃത്തുക്കളുമായി ബന്ധമുണ്ടാക്കുന്നത്, അതിന്റെ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യുമെന്നത് ഉലമാക്കൾ പലരും ഈ വിഷയങ്ങളിൽ സദഖയും ദുആയും പോലെയുള്ളതിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്നും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ വിഷയത്തിൽ അല്ലാഹ് നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കുക. അവർ മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഈ രൂപത്തിൽ നന്മകൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്നേഹിക്കാനും അവരോട് ഏറ്റവും നല്ല നിലയിൽ വർദ്ധിക്കാനും അവർക്ക് വേണ്ടപ്പെട്ട മക്കളായി മാറാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്കെല്ലാം ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ അവരുടെ ഖബറിടങ്ങളിലാണെങ്കിൽ അല്ലാഹു സ്വർഗത്തിൽ നിന്നുള്ള കവാടങ്ങൾ അവരുടെ ഖബറുകളിലേക്ക് തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ധരിപ്പിക്കുമാറാകട്ടെ. മാതാപിതാക്കളുടെ വിഷയത്തിൽ റബ്ബിനെ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.